എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഹൗ അല്ലെങ്കിൽ വൈ ഈ റിലേഷൻഷിപ്പുകൾ എന്തുകൊണ്ടാണ് ഫെയിൽ ആവുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഫീല് പിന്നെ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ സൊല്യൂഷൻ? എന്താണ് ബാക്കി എന്തെങ്കിലും വേറെ എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. കമന്റ്സും എല്ലാം എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഞാനൊന്ന് ഒന്ന് എടുക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാനിവിടെ പറയാൻ പോണത് എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഫെയിൽ ആവുന്നത് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് നോക്കാം. ഇന്ന് സ്പിരിച്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ റിലീജിയൻ എന്നോ ദൈവമെന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് സയൻസ് ഇറ്റ്സെൽഫ്. സയന്റിഫിക് തന്നെയാണ്. സ്പിരിച്വാലിറ്റി ഈസ് മോർ ആൻഡ് മോർ, ഓരോ ദിവസം കഴിയുന്തോറും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സംഭവം സയൻസ് ആണ് എന്ന് തന്നെയാണ് നമ്മുടെ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും കോസ് ആൻഡ് എഫക്ട് വെച്ചാണ് ഇത് പറയുന്നത്. കോസ് ആൻഡ് എഫക്ട്. കോസ് ആൻഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് പ്രിൻസിപ്പളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടായിരിക്കും ഞാനിത് മുഴുവൻ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഇത് സ്പിരിച്വൽ എന്ന് പറയുന്ന സാധനം എന്തോ ഒരു വൂഡു ആണെന്നോ ഒരു 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 പുതിയൊരു സംഭവമാണെന്നോ ഒരു മാജിക് ആണെന്നോ ഒന്നും തോന്നില്ല. ജസ്റ്റ് സയൻസ്. ജസ്റ്റ് ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടന്റിലോട്ട് പോവാം. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഫോളിങ് ഇൻ ലവ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറയണം. എന്താണ് ഫോളിങ് ഇൻ ലവ്? ഫോളിങ് എന്നാണ് വാക്ക്. അതായത് നമ്മൾ വീഴുവാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് സംതിങ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അടിച്ച് കയറ്റുന്ന ഒരു സാധനമല്ല. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾ അങ്ങനെ അങ്ങ് സംഭവിക്കുന്നു. അപ്പൊ ശരിക്കും എന്താണ് ലവിൽ വീഴുന്നതിന്റെ ഒരു റീസൺ അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഈ 3 പിക്ചേഴ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. ഇതൊരു വളരെ ചെറിയൊരു കുട്ടിയാണ്. ഇത് കുറച്ചുകൂടെ വളർന്നൊരു കുട്ടിയാണ്. ഈ കുട്ടിക്ക് കുറച്ചുകൂടെ മെച്യൂർ ആണ്, നമ്മൾ പറയുന്ന രീതിയിൽ സം സോർട്ട് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് എല്ലാം ലഭിച്ച ഒരു കുട്ടിയാണ്. ഈ 3 കുട്ടികളുടെ മുഖത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ചിരിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടി അല്ലെങ്കിൽ ആ ജനിച്ചു കഴിഞ്ഞ കുട്ടിക്ക് മൈൻഡ് ബ്ലാങ്ക് ആണ്. ആ കുട്ടിക്ക് സ്വന്തമായിട്ട് കൺസെപ്റ്റ്സ് ഒന്നുമില്ല. ഞാൻ ഇന്നയാളാണ്, ഐ ആം എ ഗുഡ് ബോയ്, ഐ ആം എ ഗുഡ് ഗേൾ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അത് ജസ്റ്റ് മാത്രമല്ല മെമ്മറി ഒരുപാട് കാര്യങ്ങൾ കേട്ട് അയാൾ എന്ത് ചിന്തിക്കും, എന്നെ പറ്റി ഇയാൾ എന്ത് ചിന്തിക്കും, അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. ഹീസ് ജസ്റ്റ് അല്ലെങ്കിൽ ഷീസ് ജസ്റ്റ് എൻജോയിങ് ദ ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആ കുഞ്ഞ് ആദ്യമായിട്ട് കാണുന്ന ആ ഒരു പ്രകൃതിയും ചുറ്റും കാണുന്ന കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനും അതുമായിട്ടൊക്കെ ഒന്ന് കാണാനും എല്ലാം ഒരുപാട് സംഭവം. ഉദാഹരണത്തിന് ഒരു കുഞ്ഞൊരു വളരെ ചെറിയൊരു സ്പാരോയെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിങ്ങനെ കൗതുകത്തോടു കൂടി നോക്കിയിരിക്കും. കാരണം എന്താണ്, ആ കുഞ്ഞ് അതുവരെ അത് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് അത് അത്ര മെസ്മറൈസിങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സൈറ്റ് ആണ്, ആദ്യമായിട്ട് കാണുവാണ്. അതിനുള്ളിൽ ഇത് ഒരു സ്പാരോ ആണ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എന്താ, എല്ലാ സ്പാരോയും ഒരുപോലെ ആവും. എല്ലാം വളരെ റൂഡും റുഡിമെന്ററി ആയിട്ട് മാറും. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഈ കുട്ടിക്കില്ല. ഈ കുട്ടിക്ക് മറ്റുള്ളവർ എന്ത് നമ്മളെ പറ്റി വിചാരിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. എക്സ്പെക്ടേഷൻസ് ഇല്ല മറ്റുള്ളവരിൽ നിന്ന്. അങ്ങനെ ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലോ ഓഫ്, ഇതാണ് നമ്മുടെ പ്യുവർ ഫോം ഓഫ് ലൈഫ് എന്ന് ഞാൻ പറയാം. പ്യുവർ ഫോം ഓഫ് ലൈഫ് ആണ് ഒരു കുട്ടി. അതായത് ജനിച്ച് വീഴുന്ന കുട്ടിയായിരിക്കും ഏറ്റവും പ്യുവർ ആയിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ വളരുന്നതിനനുസരിച്ച് ആ കുട്ടിയുടെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈവൻ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ABCD ഒന്നും അറിയത്തില്ല. ആ കുട്ടിക്ക് ചുറ്റും കാണുന്ന പ്രപഞ്ചം മുഴുവൻ അത്ഭുതമാണ്. ആ കുട്ടിയുടെ ഉള്ളില് എപ്പോഴും അൺബ്ലോക്ക്ഡ് എനർജീസ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്യുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഒരു മൈക്കൽ സിംഗർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു സ്പിരിച്വൽ ടീച്ചറാണ്. ആ പുള്ളിയുടെ ഒരു ആസ്പെക്ട് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഹാവ് എ ഓപ്പൺ ഹാർട്ട് എന്ന് പറയും. ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സർജറി വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഓപ്പൺനെസ് അല്ല. ഇവിടെ പറഞ്ഞാൽ ഹാർട്ടിന്റെ എനർജീസ് ഫ്രീ ആയിട്ട് എനർജി ഫ്ലോ ചെയ്യും. നമ്മളത് സപ്രസ് ചെയ്യുകയോ അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നില്ല. നമ്മളൊന്നും അടക്കി വെക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊന്നും അടക്കി വെക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫാണ് ഈ ഒരു കുട്ടിക്കുള്ളത്. പ്യുവർ ഫോം ആണ്. ഇത് നിന്ന് നമ്മൾ ട്രെയിനിങ് കിട്ടി അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച് ആൾക്കാർ ഷെയിം കൊടുത്ത് അല്ലെങ്കിൽ അപ്രൂവൽസ് കൊടുത്ത് ഇതാണ് നല്ലത് ഇതാണ് ചീത്ത എന്ന് മനസ്സിലാക്കും. പിന്നെ ആളുകളുടെ ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ ക്ലാപ്പ് അടിക്കും, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ ക്ലാപ്പ് അടിക്കത്തില്ല, പോവും. അങ്ങനെയൊക്കെ ഉള്ള സ്വന്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ഇന്നതൊക്കെയാണ്, എൻ്റെ പേര് ഇതാണ്, പേര് കഴിഞ്ഞ അച്ഛനും അമ്മയുണ്ട്, ഞാൻ ഇന്നയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള കുറേ സെൽഫ് കൺസെപ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ പറ്റി ചിന്തിക്കും,
എന്നൊക്കെ ചിന്തിച്ച് എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന, അത് ഇന്റൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് ആയിരിക്കും. ചില ആളുകൾക്ക് അത് അധികം അങ്ങോട്ട് വരത്തില്ല, അത് വളർന്നുകൊണ്ട് സാഹചര്യം പൊലിപ്പിക്കും. അങ്ങനെയുള്ള ഒരു ലൈഫാണ് ഇത്. അതുകൊണ്ടാ ഞാൻ പറയുന്നത് കണ്ടീഷൻഡ് ലൈഫ് എന്ന് പറയാം. ഈ കണ്ടീഷണൽ ലൈഫിന്റെ പ്രത്യേകത, ഇവര് ഉള്ളില് ഒരുപാട് സപ്രസ്ഡ് പെയിനും ഹ്യൂമിലിയേഷൻസും എല്ലാം ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരായിരിക്കും. അവരുടെ എനർജീസ് ബ്ലോക്ക്ഡ് ആയിരിക്കും. അവരുടെ എനർജി പ്യൂർ ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന എനർജി ആയിരിക്കത്തില്ല അവർക്ക്. അപ്പോൾ ഇവർക്ക് ക്ലോസ്ഡ് ഹാർട്ട് ആയിരിക്കും. ഇപ്പം നമ്മളുടെയൊക്കെ അല്ലെങ്കിൽ എൻ്റെ പ്രായം അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പ്രായം എന്ന് പറഞ്ഞാലും ഇതിന്റെ ഒരു വേരിയേഷൻ മാത്രമാണ്. എപ്പോഴും ഇതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എക്സ്പോണൻഷ്യൽ ഗ്രാഫ് ആയിരിക്കും. എക്സ്പോണൻഷ്യൽ അല്ല, ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും. അത് ആദ്യത്തെ ഏജസിലായിരിക്കും ഇത് നല്ല ചേഞ്ചസ് ഉണ്ടാവുന്നത്. അതിനുശേഷം ഇത് ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതായത് ആ മൈൻഡിനകത്തുള്ള കാര്യങ്ങളും ആ പറയുന്ന പെയിനും അതെല്ലാം. അപ്പം അവർക്ക് ഹാർട്ട് പല സമയത്തും ക്ലോസ്ഡ് ആയിരിക്കും. അവരെപ്പോഴും ഒരു ചുറ്റുപാടിൽ നിന്ന് എപ്പോഴും അവരെ നമ്മൾ അപ്രൂവലിന് വേണ്ടിയിട്ടും അപ്രീസിയേഷന് വേണ്ടിയിട്ടും എല്ലാം ചിന്തിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നമ്മളെ കുറ്റം പറയാതിരിക്കാൻ, അപ്രീസിയേഷൻ വേണമെന്നില്ല, അപ്രീസിയേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവർ നമ്മളെ കുറ്റം പറയരുത്, ആ ഒരു രീതിക്കൊക്കെ ഉള്ള അവർ പാടുമ്പോഴും പറയുമ്പോഴും കേൾക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ആ ചിന്തകളോടുകൂടി നടക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ പലരും അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു കുട്ടിയിൽ നിന്ന് ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ക്ലോസ്ഡ് സ്റ്റേജിൽ നിന്ന് ഓപ്പൺ സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിച്ചത്. ഓക്കെ, അപ്പം ഈ കുട്ടിക്ക് ക്ലോസ്ഡ് ഹാർട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ഹാർട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ ഫ്ലോ ഓഫ് എനർജിയാണ്, ഫുൾ പീസ് ആണ്, ഫുൾ ഹാപ്പിനെസ് ആണ്, ഫുൾ എനർജിയാണ് നമ്മുടെ ഉള്ളിൽ. ഞാൻ പറയുന്നത് നമ്മുടെ മസ്കുലർ എനർജി അല്ല, മസ്കുലർ എനർജി ഡെവലപ്പ് ചെയ്യുന്ന കാര്യമല്ല, ഞാൻ പറഞ്ഞ ഉള്ളിലുള്ള ആ ഒരു വേറൊരു സ്പിരിച്വൽ എനർജീസിനെയാണ് ഞാൻ പറയുന്നത്. ഉള്ളിലുള്ള ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭയങ്കര ഹാർമോണിയസ് ആയിട്ടുള്ള ആ ഒരു സംഭവമാണ് ഞാൻ ഈ ലവ് എന്നോ പീസ് എന്നോ ഒക്കെ ബ്ലിസ് എന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ആ ഒരു സംഭവം ഇതിൽ നിന്ന് ഈ കുട്ടിക്ക് കുറവായിരിക്കും. അത് വളരെ ഇങ്ങനെ ചുരുങ്ങിയ ഒരു ക്ലോസ്ഡ് പോലത്തെ ഒരു ഹാർട്ടുമായിട്ടായിരിക്കും ഈ കുട്ടി ജീവിക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി ഫോളിങ് ഇൻ ലവ് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ എനിക്ക് പറയാനുള്ള വേറെ കാര്യം, ഇങ്ങനെയുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും തന്നെയും ചില സമയങ്ങളിൽ ഹാർട്ട് ഓപ്പൺ ആവാറുണ്ട്. കണ്ടീഷൻഡ് സെൽഫ് ഹാർട്ട് ഓപ്പൺസ് ഓൺ കണ്ടീഷൻസ്. ഉദാഹരണത്തിന് ഒരു സൺസെറ്റ് നമ്മൾ വാച്ച് ചെയ്യാണ്, വളരെ പീസ് ആയിട്ട് സമാധാനപരമായിട്ട് ഒരു സൺസെറ്റ് നമ്മൾ വാച്ച് ചെയ്യും. നമ്മുടെ ഹാർട്ട് ഓഫ് കോഴ്സ് നമ്മുടെ ഹാർട്ട് ക്ലോസ്ഡ് ആണ്, നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുന്നു, മറ്റുള്ളവരെ ചിന്തിക്കുന്നു ഒക്കെ ചിന്തിക്കുന്നെങ്കിൽ ആ ഒരു പോയിന്റിൽ നമ്മുടെ ഹാർട്ട് പതിയെ ഓപ്പൺ ആയത്, നമ്മൾ ആ ഒരു അതിന്റെ ബ്യൂട്ടിയിലേക്ക് നമ്മൾ മെർജ് ആവുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ഓപ്പൺ ആയിട്ട് വരും, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു നല്ല മെലഡി ആയിട്ടുള്ള ഒരു സോങ് നമ്മൾ അതിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ഓപ്പൺ ആവും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അതുപോലെ ബ്യൂട്ടിഫുൾ മെലഡീസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഹാർട്ടിന് ഓപ്പൺ ആവും. അതുപോലെ ഹാർട്ട് കണ്ടീഷണൽ സെൽഫിനും ഹാർട്ട് ഓപ്പൺ ആവുകയും അവിടെ അത്രയും പീസ് എനർജിയും ബ്ലിസ്സും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അത് ഉണ്ടാവുന്ന വേറൊരു കേസാണ് ഈ പറയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിയുടെ സാമീപ്യം, ആ ഒരു വ്യക്തിയായിട്ടുള്ള കോണ്ടാക്ട്, ആ വ്യക്തിയായിട്ടുള്ള സംസാരം, ഇതെല്ലാം നമ്മളെ ഹാർട്ട് ഓപ്പൺ അല്ലേ അല്ലേ? അപ്പോ ആ ഒരു ഓപ്പൺനെസ് ഈ ഒരു വ്യക്തിക്ക് നമുക്ക് തരാൻ പറ്റും. അപ്പം ഒരു ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിക്കും, പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്കും, മറ്റ് ജെൻഡേഴ്സ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. അതും തീർച്ചയായിട്ടും അതും അവിടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ ഒരു ആളുടെ പ്രസൻസ് നമുക്ക് അത്രയും നമ്മുടെ ഹാർട്ട് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബേബി ആയിട്ട് നമ്മൾ അനുഭവിച്ച ആ ഒരു സന്തോഷം, സുഖം, ഇതെല്ലാം ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ രണ്ട് കേസിന്റെ പ്രത്യേകത ഉണ്ട്. ഈ പാട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ പൊസിഷനിൽ നമ്മൾ എത്തും. അതുപോലെ നമ്മൾ ഈ ഒരു സൺസെറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഴയ പൊസിഷനിൽ എത്തും. എന്നാൽ ഒരു റിലേഷൻഷിപ്പ് ഇരിക്കുന്ന ആ ഒരു സമയം നമ്മൾ ഫുൾ അങ്ങനെ അങ്ങ് നിൽക്കുകയായിരിക്കും. ആ ഒരു അറ്റ്ലീസ്റ്റ് ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജസ് വി വിൽ ബി കണ്ടിന്യൂസ്ലി 1 2 3 4 5 6 ഡേയ്സ് 3 months 4 months ഒക്കെ നമ്മൾ അത്രയും നമ്മൾ ഒരു ഹാർട്ട് ഓപ്പൺ സ്റ്റേജിലേക്ക്, അത്രയും ഒരു പീസ് ബ്ലിസ് ഹാപ്പിനെസ് അനുഭവിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ അസോസിയേറ്റ് ചെയ്യും? വി fall in love and we think
we think അല്ലെങ്കിൽ our mind think അല്ലെങ്കിൽ our conscious unconscious subconscious mind thinks that ആ വ്യക്തിയാണ് എൻ്റെ happiness, he or she is my happiness. അവിടെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ തുടക്കം. അതുപോലെ നമ്മുടെ ഫെയിലിംഗ് റിലേഷൻഷിപ്പിന്റെ തുടക്കം അവിടെ തന്നെയാണ്. രണ്ടും അവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. he or she is my happiness എന്ന് ചിന്തിക്കുന്ന ആ ഒരു പോയിന്റ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഓക്കെ, അപ്പോ അത് ജസ്റ്റ് പറഞ്ഞേക്കെന്ന് വെച്ചാൽ we starts to enjoy every bit of life with a lot of happiness. ചുറ്റുമുള്ളതെല്ലാം അത്ര മനോഹരിതമായിട്ട് ആ ഒരു കൊച്ചു കുഞ്ഞ് ആദ്യം കാണുന്ന അത്രയും ഭംഗിയായിട്ട് ഒരു പൂവിന്റെ ഭംഗി കൂടും, ഒരു കിളിയുടെ ശബ്ദത്തിന്റെ ഭംഗി കൂടും, ആ ലോകത്തിന്റെ ഭംഗി കൂടും, ഇതെല്ലാം കൂടും just because our heart is open. ആൻഡ് ഈ ഹാർട്ട് ഓപ്പൺ ആവാനുള്ള റീസൺ ആ വ്യക്തിയാണ് എന്ന് നമ്മൾ ചിന്തിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അതിൽ നിന്ന് അപ്പം അങ്ങനെ ഇരിക്കുന്ന റിലേഷൻഷിപ്പ് പതിയെ നമ്മൾ നോക്കുമ്പോൾ ആസ് ടൈം പാസസ് അത് സഫറിങ്ങിലോട്ട് വന്നുകൊണ്ടിരിക്കും. അതിന്റെ റീസൺസ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ്? അതാണ് ബേസിക്കലി നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഫസ്റ്റ് വൺ, നമ്മൾ അറ്റാച്ച്ഡ് ആവും. നേരത്തെ പറഞ്ഞു അയാളാണ് എൻ്റെ ഹാപ്പിനെസ്, അയാളില്ലാതെ എനിക്ക് ഹാപ്പിനെസ് ഇല്ല. അയാൾക്ക് വന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിലും പൂർണ്ണമായി ഐ നീഡ്, അല്ലെങ്കിൽ അത് ഒരു നീഡായിട്ട് മാറും. അത്രയും നമ്മൾ അറ്റാച്ച്ഡ് ആവും, നമ്മൾ അയാളോട്ട് ഹോൾഡ് ഓൺ ആവും. സോ അപ്പോൾ സംഭവിക്കും, നമുക്ക് ഇയാളെ പോകാൻ സമ്മതിക്കാൻ പറ്റില്ല, ഇയാൾക്ക് നമ്മളെ പോകാൻ സമ്മതിക്കില്ല. എപ്പോഴും അറ്റാച്ച്മെന്റ് കോസസ് ഡിസ്കംഫോർട്ട്. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഒരു സയാമീസ് ഇരട്ടകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് പോലെ തന്നെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് പാർട്ട്നേഴ്സിന് ഭയങ്കരമായ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അവർക്ക് അവരുടെ ലൈഫ് പതുക്കെ ആദ്യം ഒന്നായിരിക്കില്ല, ഇനി പതുക്കെ സഫക്കേറ്റ് ചെയ്ത് തുടങ്ങും. ആണ് അറ്റാച്ച്മെന്റ്സ്. അപ്പം അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവും. അത് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻസ് ആണ്. ആ വ്യക്തി ആണ് നമുക്ക് ഇത്ര ഹാപ്പിനെസ് തന്നത്. അപ്പം നമുക്ക് ഹാർട്ട് മാത്രമല്ല, നമുക്ക് മൈൻഡ് ഉണ്ട്, നമുക്ക് ബ്രെയിൻ ഉണ്ട്. അപ്പം ആ ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ വളരുമ്പോഴത്തേക്ക് നമ്മുടെ ഐഡിയാസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ആ വ്യക്തി ദ ബെസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് കൊണ്ടിരിക്കുന്ന വ്യക്തി നമ്മുടെ മൈൻഡും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളോ നമ്മുടെ തോട്ട്സുമായിട്ടോ ക്ലാഷ് ആവാൻ പാടില്ല. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ആളാണ് നമുക്ക് ആവശ്യം. എൻ്റെ കൂടെ ഞാൻ രാവിലെ രാത്രി വരുമ്പോഴത്തേക്ക് എന്നെ ഒരു പൂവായിട്ട് ഗീറ്റ് ചെയ്യണം, നമ്മുടെ എക്സ്പെക്ടേഷനാണ്. രാവിലെ നമുക്ക് ഒരുമിച്ച് ഏതെങ്കിലും പ്രവൃത്തിയിൽ ഇൻവോൾവ് ആവണം, അപ്പം സിനിമയ്ക്ക് കൊണ്ടുപോകണം മാസത്തിൽ ഒരിക്കൽ, അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങും ആ വ്യക്തി. അല്ലെങ്കിൽ ആൺകുട്ടി പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി ആൺകുട്ടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ എക്സ്പെക്ടേഷൻസ് എന്താ റീസൺ എന്താ? ആ ഒരു നമ്മുടെ ബ്രെയിനിനും കൂടെ ബ്രെയിനിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കൂടെ അത് എടുക്കാൻ വേണ്ടി നോക്കും. എക്സ്പെക്ടേഷന്റെ സമയത്ത് ശരിക്കും വരുന്നത് ഡോപ്പമിന്റെ ആവശ്യമാണ്. ഡോപ്പമിനും കൂടെ നമ്മൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ വേണം, നമ്മൾ ക്രേവ് ചെയ്യും. ഡോപ്പമിൻ ക്രേവിങ്സ് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ് നമ്മുടെ ബ്രെയിനിൽ, റിവാർഡ് ഹോർമോൺ എന്നാണ് പറയുന്നത്. നമുക്ക് പ്ലഷർ തരുന്ന ഹോർമോൺസ് ആണ്. അപ്പം ഈ പറഞ്ഞ എക്സ്പെക്ടേഷൻസ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും. ഓക്കെ അല്ലേ? അതുപോലെ നെക്സ്റ്റ് വൺ, നമ്മൾ ഈ എക്സ്പെക്ടേഷന് വേണ്ടി തന്നെ നമ്മൾ മാത്രമല്ല ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര എന്തോ, കാരണം നമുക്ക് സന്തോഷം പിന്നെ കിട്ടുന്നത് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ വി സ്റ്റാർട്ട് ടു കൺട്രോൾ ദം. അവരെങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം, നമ്മൾ അവരോട് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങളാണ് റിലേഷൻഷിപ്പ് സഫറിങ് ആവാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട റീസൺ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു സഫറിങ്ങിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഇതിനകത്ത് ഏതാണ് എനിക്കുള്ളത്, അതിൽ നിന്ന് ചെറിയൊരു മാറ്റം പറ്റി നോക്കുക. ഇറ്റ് വിൽ വർക്ക് വണ്ടേഴ്സ് എന്ന് ഞാൻ പറയും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് ആ വ്യക്തിയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുക. അതായത് നമുക്ക് ഈ ഹാർട്ട് ഓപ്പൺനെസ് അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് കിട്ടും. ജസ്റ്റ് ബിക്കോസ് നമ്മൾ ഒരുപാട് കണ്ടീഷൻഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയുടെ സമയത്ത് മാത്രം ഹാർട്ട് ഓപ്പൺ ആവാൻ വേണ്ടി സഹായിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ജസ്റ്റ് ഹാർട്ട് ഓപ്പൺ ആക്കി നോക്കാൻ പറ്റും. വെറുതെ നടക്കുമ്പോൾ, റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ തന്നെ
ഇവര് നമ്മള് നടക്കുക. നമ്മള് നമ്മുടെ ഓഫീസിലോട്ട് നടക്കുക. ഓഫീസിലെ കാര്യങ്ങൾ കൂട്ടി പോണതിന് പകരം അത് ചിന്തിക്കാൻ കുറച്ച് സമയം വെക്കുക. ചിന്തിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ആ സാധനങ്ങൾ വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ അതൊക്കെ ചെയ്യണം. അതൊക്കെ ചിന്തിക്കാൻ വേണമെങ്കിൽ 30 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ഒക്കെ എടുത്ത് ചിന്തിച്ചോളൂ. പക്ഷേ ഫുൾ ടൈം അത് നമ്മളെ അങ്ങ് കേറി ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ ആ ശബ്ദവും ആ നേച്ചറിന്റെ മ്യൂസിക്കും ആ പറയുന്ന സംഭവങ്ങളും നമ്മുടെ ആ ഒരു ലൈഫിന്റെ എക്സിസ്റ്റൻസും ഇതെല്ലാം കണ്ട് ആ ഒരു പീസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് നടന്നാൽ സ്വയം നമുക്ക് ഹാർട്ട് ഓപ്പൺ ആക്കാൻ പറ്റും. വി ക്യാൻ ഓപ്പൺ അവർ ഹാർട്ട് അവർ ഈവൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഒന്ന് ബ്രീത്ത് എടുത്തിട്ട് നമ്മൾ ആ നമ്മുടെ ഹാർട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ആ പെയിൻ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സാധനത്തിനെ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് വിട്ടാൽ we can open our heart ourselves. We can get that peace, we can get that happiness നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല നമുക്ക് ആ ഒരു പീസും ഹാപ്പിനെസ്സും കിട്ടാൻ വേണ്ടിയിട്ട്. So we are not dependent, we are independent and we can give love, we can enjoy relationship. അതൊക്കെ ഒരു പ്രശ്നമില്ല, നമുക്ക് എന്ത് വേണമെന്നില്ല എൻജോയ് ചെയ്യാം. പക്ഷെ നമ്മൾ അത്രയും ഡിപ്പെൻഡന്റ് ആവില്ല. വി വിൽ ബി ഇൻഡിപെൻഡന്റ്. സി, അത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ആ വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ ശ്രമിക്കുക. അക്സെപ്റ്റൻസ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ് തന്നെ അല്ല, അക്സെപ്റ്റൻസിനാണ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ആ വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തിക്കിടയ്ക്ക് വളർന്നൊന്ന് വേറെ സാഹചര്യങ്ങളായിരിക്കും, നമുക്ക് വേറെ സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ ആ രണ്ട് സാധനങ്ങളും ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് അക്സെപ്റ്റിംഗ് ദം ആസ് ദേ ആർ. എന്നുള്ള ഞാൻ ഈ അക്സെപ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അവർ കാണിക്കുന്നത് എന്ത് കൊള്ളരുതായ്മയെ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അവർ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുകയും അത്രയും രോഷമായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മൂവ് ഓൺ. നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് നമ്മൾ മാറി പോകാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ അവരുടെ അടിയും ഇടിയും എല്ലാം കൂടെ കൊള്ളുന്ന അക്സെപ്റ്റൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ആ വ്യക്തിക്ക് ചിലപ്പോൾ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് TV കാണാൻ താല്പര്യമില്ലായിരിക്കും, കിടന്ന് ഉറങ്ങാനായിരിക്കും ഇഷ്ടം. അക്സെപ്റ്റ് ദാറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ വ്യക്തിക്ക് ഒരു പക്ഷേ ഒരു മോർണിംഗ് പേഴ്സൺ ആയിരിക്കില്ല. ആ വ്യക്തി ചിലപ്പോൾ 8 മണി 9 മണിക്കായിരിക്കും എണീക്കുന്നത്. നമ്മൾ പക്ഷേ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും. ലെറ്റ് ഇറ്റ് ബി. അതിനൊക്കെ നമ്മൾ എന്തിനാ, അവരുടെ കാര്യമില്ലേ, അതിന് നമ്മൾ നമ്മൾ അതിനെ കയറി ഓരോന്ന് കയറി സംസാരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? നമുക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള അക്സെപ്റ്റൻസുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് വളരെയധികം ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് us to put on unconditional love. Okay, now also practice detachment. പല ആളുകൾക്ക് ഡിറ്റാച്ച്മെന്റ് എന്തോ ഒരു പ്രശ്നമുള്ള സംഗതിയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഡിറ്റാച്ച്മെന്റ് ഈസ് ഫ്രീഡം എന്നാണ് ഞാൻ പറയുന്നത്. ഈസ് ഫ്രീഡം. അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപക്ഷെ അവർക്കിഷ്ടം ലോകം ചുറ്റി കാണുന്നതും നിങ്ങളൊരു ഇൻട്രോവേർട്ടും ആയിരിക്കും. ഓഫ് കോഴ്സ് അവർക്ക് പോയിട്ട് വരാനുള്ള ഒരു ഫ്രീഡം കൊടുക്കാൻ പറ്റണമെങ്കിൽ വി ഹാവ് ടു ഡിറ്റാച്ച് ഫ്രം us. അവര് നമ്മളെ അറ്റാച്ച് ചെയ്ത് അവർ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്കത് പറ്റത്തില്ല. When we detach, we can give freedom. പക്ഷെ എങ്കിലും അവര് വേണം, അയ്യോ അതില്ല. Because we are independent, we don't need them to be our happiness. We are just in a relationship, we are in a happiness relationship. നമ്മൾ ആ ഒരു പീസ് നമ്മൾ പോകുന്നു. അവരെങ്ങനെയാന്ന് വെച്ചാൽ അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരെങ്ങനെയാ വെച്ചാൽ ചെയ്യുന്നു, അവരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് വിടുന്നു. അവരെ പിടിച്ച് അമുക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പോകും. പോകേണ്ടവർ എന്തായാലും പോകും, നിൽക്കേണ്ടവർ എന്തായാലും നിൽക്കും. അതൊരു സംശയമില്ല. ഇനി നിൽക്കേണ്ടവരും കൂടെ പോകത്തതേ ഉള്ളൂ കൂടുതൽ അറ്റാച്ച്മെന്റ് ആയാല്. അതാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് എൻജോയ് ദ റിലേഷൻഷിപ്പ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വർഷം 5 വർഷത്തിന് ശേഷം 50 വർഷത്തിന് ശേഷം റിലേഷൻഷിപ്പിന് അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഈ മൊമെന്റിൽ ഇപ്പോൾ ഉള്ള സമയം ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക, എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇതൊക്കെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ. ആൻഡ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫേക്ക് റിലേഷൻഷിപ്പിൽ ഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് മുക്തിയാവാൻ വരികയും ചെയ്യണം. കാരണം ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഇവിടെ ഇങ്ങനെ ഒരു ഹാർട്ട് ഓപ്പണിങ് രണ്ടുപേർക്കും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ചില ആൾക്കാർ ചില സമയത്ത് ചില റിലേഷൻഷിപ്പിന് ആൾക്കാർ എന്തിനാ വരുന്നതെന്ന് അറിയാമോ? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് വേറെ ചില കാര്യങ്ങൾക്കായിരിക്കും. ഹാപ്പിനെസ്സോ പ്രണയം ഉണ്ടായിട്ടോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പം എക്കണോമിക് ഗെയിൻസിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ ഫിസിക്കൽ, ഐ മീൻ സെക്സ്വൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ടാവാം. സി, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം
എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം, റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ടാവാം. ഈവൻ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ട് അതിനകത്ത് പറയുന്നുണ്ട്, ഏതോ ഒരാള് പറയാണ്, ഞാൻ വെറുതെ ഐ ലവ് എന്ന് അയച്ചിട്ട് അവരെ പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന വീഡിയോസ് ഞാൻ ഓരോ വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. സോ അവരിൽ ഈ പറയുന്ന ഫോളിങ് നടക്കാതിരിക്കണമെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ആ ഹാപ്പിനെസ് റിയാലിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ വി ഡോണ്ട് ഫോൾ ഫോർ സച്ച് ഫേക്ക് റിലേഷൻഷിപ്പ്. അവർ അഭിനയിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല, ഇവരുടെ അഭിനയം നമുക്ക് റിയൽ ലവ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം അതിൽ നിന്ന് മാറി നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ജസ്റ്റ് എൻജോയ് ദ ലൈഫ്. നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് നല്ല എൻജോയ്മെന്റ്, ഹാപ്പിനെസ്സും പീസും ഒക്കെയാണ് നമ്മുടെ ലൈഫെങ്കിൽ, നമ്മുടെ ഹാർട്ട് എപ്പോഴും ഓപ്പൺ ആണെങ്കിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സമയം ജോലി ചെയ്യുക, ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ പീസ് അടിക്കുക. പറ്റുമെങ്കിൽ ജോലി ചെയ്യുന്നത് തന്നെ അത്ര ഹാപ്പി ആയിട്ട് ഹാർട്ട് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് സപ്പോർട്ടോടുകൂടി എന്താ ആ ഒരു രീതി, ആ ഒരു ഫ്ലോ ഓഫ് എനർജിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ വി ഡോണ്ട് നീഡ് സം അതർ പേഴ്സൺ, സം അതർ തിങ് ടു ഗിവ് us happiness. See, our heart is always open. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ ഫോളോ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ, ഫെയിലിയറിലോട്ട് പോണ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഫെയിലിയർ ആയി അവർ ബ്രേക്കപ്പ് ചെയ്ത് പോകണം എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പം നിങ്ങൾക്കിപ്പം ഓൾറെഡി ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവും, പെയിൻ ഉണ്ടാവും. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ ഈസ് ദെയർ ആൻഡ് യു ആർ നോട്ട് ദ പെയിൻ. ആ ഒരു പെയിനെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു പെയിനിട്ട് നമ്മളങ്ങ് ലയിച്ച് ചേരാതെ, ആ പെയിൻ പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഡിസിഷൻസ് എല്ലാം എടുക്കാൻ വേണ്ടി സമ്മതിക്കാതെ, നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ, നമ്മൾ ശരീരവും വീക്കാക്കി ഒരുപാട് ഓവർ ഈറ്റിംഗ് ചെയ്ത് അങ്ങനെ ചെയ്യാതെ ആ പെയിനിനെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. ആ പെയിൻ നമ്മുടെ ഉള്ളിലുണ്ട്, ആ ഒരു ഇമോഷൻ നമുക്കുണ്ട്, ആ ഒരു വേദന നമ്മൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാം. അങ്ങനെ ആ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഇൻഡിറ്റ് ഉണ്ടല്ലോ, എന്തോ ഒരു സാധനം അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഒബ്സർവ് ചെയ്യുന്ന ആളെ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ആൻഡ് മെഡിറ്റേറ്റ് ഓൺ ദ ഒബ്സർവേഷൻ. ആ ഒരു ഒബ്സർവറിൽ മെഡിറ്റേറ്റ് ചെയ്യുക. എന്താണ് ആ കാണുന്നത്, ആരാണ് അത് കേൾക്കുന്നത്, ആരാണ് ആ ഒരു സംഭവം അനുഭവിക്കുന്നത്, ആ വ്യക്തിയിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു നമുക്ക് റിലേഷൻഷിപ്പ് ഫെയിലിയർ മാനേജ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ആൻഡ് പെയിൻ ക്യാൻ ഓൾവേസ് ബിക്കം എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഫോർ എ സ്പിരിച്വൽ അവേക്കനിങ്. സ്പിരിച്വൽ അവേക്കനിങ്ങിന് പെയിൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടെയാണ്. അപ്പം ഒരു പെയിൻ നല്ലതാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഞാൻ പറയുന്നില്ല ഈ ഒരു പെയിൻ കാരണം എനിക്ക് അവനേക്കാൾ ബെറ്റർ ആവണം, അവനേക്കാൾ ജീവിതത്തിൽ മുന്നേറണം എന്നും പറഞ്ഞ് കിടന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഓരോന്ന് കാണിക്കാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോളൂ, നിങ്ങൾ ഹാപ്പി, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ജീവിതത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരക്കെ ഒക്കെ നമ്മൾ ചെയ്യാം. പക്ഷെ ഈ ഒരു പെയിൻ അതിനെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കരുത്. ആ പെയിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, ആ പെയിനെ റിലീസ് ചെയ്യുക. അതാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. ആൻഡ് ഇറ്റ് ടേക്സ് ടൈം. ചിലപ്പം ചില ആളുകൾക്ക് 3 months 6 months 1 year ഒക്കെ ആവും. ബി പേഷ്യൻസ് and do it. And ഈ ഒരു പെയിനിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാതെ let the heart open, let go. അപ്പോൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കി, റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയി പോകാനുള്ള റീസൺ നമ്മൾ മനസ്സിലാക്കി, അത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരുവിധം വീണ്ടും പോസിറ്റീവ് സൈഡിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് നമ്മൾ എങ്ങനെ ഒരു മോശം റിലേഷൻഷിപ്പിൽ പോയി വീഴരുതെന്ന് ഞാൻ പറഞ്ഞു തന്നു. മോശം റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ പുറത്തോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും റിലേഷൻഷിപ്പ് ഫെയിലിയർ, എല്ലാം നമ്മൾ പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ പറ്റി നിങ്ങളെ പിന്നെ ഇനി എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ സജഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ധൈര്യമായിട്ട് പറയാം. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് ആൻഡ് കമന്റ്, സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് കമന്റ് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള മോർ വീഡിയോസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാം കൃത്യമായ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. താങ്ക് യു.